ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നും വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മൾ സാധാരണ റെഡിയാക്കുന്ന പൂരിയിൽ നിന്നും കുറച്ചൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പൂരിയുടെ റെസിപ്പിയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ റെസിപ്പിയിലോട്ട് പോവാം. ആദ്യം ഒരു ബൗളിലോട്ട് 1 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ അതിലോട്ട് 1/2 കപ്പ് റവ അഥവാ തരി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം പിന്നെ നമുക്കിത് ഒന്ന് അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇതൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ റവ നന്നായിട്ട് സോക്കായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു 2 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് പുഴുങ്ങി ഉടച്ചെടുത്തതാണ്. അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 1/2 കപ്പോളം ഉണ്ടാവും. പിന്നെ ഇതിലോട്ട് കുറച്ച് മല്ലിയില, 2 പച്ചമുളക് ചോപ്പ് ചെയ്തത്, 1 ടീസ്പൂണോളം ചില്ലി ഫ്ലെക്സ്, അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. ആദ്യം ഒരു 1/4 കപ്പ് ഗോതമ്പ് മാവ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത ശേഷം പിന്നെ ആവശ്യത്തിന് ഗോതമ്പ് മാവ് ചേർത്ത് നമ്മൾ സാധാരണ പൂരിയും ചപ്പാത്തിയൊക്കെ കുഴയ്ക്കുന്നത് പോലെ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കാം. ടോട്ടൽ 1 കപ്പോളം ഗോതമ്പ് മാവ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക, എന്നിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ 1 ടേബിൾ സ്പൂണോളം ഓയിൽ ചേർത്ത് കൊടുത്തിട്ട് ഇതിൻ്റെ എല്ലാ വശത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടിത് ഒന്ന് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഇതൊരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സാധാരണ നമ്മൾ പൂരിയൊക്കെ റെഡിയാക്കുന്നത് പോലെ ചെറിയ ചെറിയ ബോൾസാക്കി എടുത്തിട്ട് ഇതിനെ പരത്തി ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് പരത്തി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നല്ല ചൂടായ ഓയിലോട്ട് ഇട്ടിട്ട് നമ്മൾ സാധാരണ പൂരി ഫ്രൈ ചെയ്തെടുക്കുന്നത് പോലെ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം. ഒരു വശം ഒന്ന് നന്നായിട്ട് കുക്കായി റെഡി ആയിട്ടാകുമ്പോൾ അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മറുവശം കൂടി നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ളത് നമുക്ക് പരത്തി ചുട്ടെടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു പൂരിയാണിത്. അപ്പോൾ നമ്മൾ സാധാരണ നോർമൽ പൂരി കഴിച്ച് മടുത്തവരാണെങ്കിൽ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു പൂരിയാണിത്. ഇത് കറി ഇല്ലാതെയും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക.